സിനിമാ താരമായ നടൻ മണിയമ്പിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാവുന്നത്. പ്രധാന പാതയിലേക്ക് വന്ന കാറിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എന്നാൽ കാർ ഇടിച്ചു തെറിച്ച ബൈക്കിൽ നിന്നും യുവാക്കൾ റോഡിലേക്ക് വീഴുന്നതും ഈ സമയത്ത് നടൻ കാർ നിർത്താതെ പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. ഹോൺ അടിച്ചാണ് താൻ വന്നതെന്നും അടുത്തെത്തിയപ്പോൾ കാർ ഇടിക്കുകയായിരുന്നുവെന്നാണ് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. വഴുതക്കാട് വഴി വരുന്ന സമയത്ത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് കണ്ടിരുന്നു. ഹോൺ അടിച്ചാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത്. അടുത്തെത്താറായപ്പോൾ കാർ പെട്ടെന്ന് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ശേഷമാവട്ടെ കാറ് ബൈക്കിനെ നിരക്കി കൊണ്ടുപോവുകയായിരുന്നു എന്നും ഒടുവിൽ അപകടത്തിന് ശേഷം റോഡിൽ തെറിച്ചു വീണ തന്നെ നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതേസമയം ഈ ഒരു സംഭവത്തിന് മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കുകയുമാണ് ചെയ്തത്. ജീവഹാനി സംഭവിക്കുന്ന തരത്തിൽ വാഹനം ഓടിക്കുകയും പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ പോലും നൽകാൻ സഹായിച്ചില്ലെന്നും യഥാസമയം അപകട വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. എന്നാൽ ഇതൊക്കെ മണിയമ്പിള്ള രാജു നിഷേധിക്കുകയാണ്. എന്നാൽ ബൈക്കിൽ വന്ന യുവാവിന്റെ പേരിലാണ് തെറ്റെന്നും കാരണം കാർ നിർത്തിയിരുന്നത് ഒരു ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നുവെന്നും 70% ബൈക്ക് യാത്രക്കാരൻ ഓവർ സ്പീഡ് ആയിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.